discuss ചെയ്യാൻ പോകുന്ന topic ആണ് compounds. Last video ൽ നമ്മൾ discuss ചെയ്തതായിരുന്നു elements. We discussed elements in detail. നമ്മൾ elements നെ classify ചെയ്തു as metals, non-metals and metalloids. Now today we'll be discussing about compounds in detail. നമ്മൾ compounds ന്റെ definition already discuss ചെയ്തതായിരുന്നു ഒരു വീഡിയോയിൽ. ഇന്ന് നമ്മൾ compounds definition detail ആയിട്ട് explain ചെയ്ത് discuss ചെയ്യുന്നതായിരിക്കും. Then it will be followed by properties of a compound, like ഒരു compound properties എന്താണെന്നുള്ളത് നമ്മൾ discuss ചെയ്യും. പിന്നെ നമ്മൾ criteria of purity of compounds നെ കുറിച്ചും discuss ചെയ്യും. Okay, so let's begin. നമ്മൾ compounds നെ കുറിച്ചുള്ള discussion start ചെയ്യുന്നതിന് മുന്നേ I think നമുക്ക് കുറച്ച് വേറെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കണം. എന്താ വെച്ചാൽ that is something which is going to support you to understand the concept of compounds much more clearly. Now I want to tell you one thing. ഞാൻ ഇപ്പം ഈ prerequisites ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചില ടോപ്പിക്സ് ഉണ്ട്. ഈ ടോപ്പിക്സ് ആക്ച്വലി ഞാൻ നിങ്ങളുടെ തേർഡ് ചാപ്റ്ററിൽ നിന്ന് എടുത്ത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആക്ച്വലി. ഓക്കെ, ബിക്കോസ് ഐ തോട്ട് ലൈക്ക് you have a chapter named as atoms and molecules as the third chapter, right? So ഞാൻ അവിടുന്ന് കുറച്ച് ടോപ്പിക്സ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും, because I thought that is more relevant over here so that you can get a better idea and then you will understand the concept of compounds much better, because അല്ലെങ്കിൽ ആ ടേംസ് ഇൻട്രൊഡ്യൂസ് ശരിക്കും ചെയ്യാതെ പിന്നെ അതിനെ യൂസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരണ്ട, അതുകൊണ്ട്. ഓക്കെ, so let's first discuss what are the prerequisite topics, okay, and we'll be discussing that in detail. adu kകഴിഞ്ഞ് നമ്മൾ compounds ലേക്ക് move on ചെയ്യും. So let's start with the prerequisites. Now ഇവിടെ നിങ്ങൾ കാണുന്ന എന്താണെന്ന് വെച്ചാൽ this table you can see എന്തോ ഒരു it's like a table, right? This table is known as periodic table. Periodic table is a very important thing which you will be learning in very much detail class 10th ൽ. Class 10th you will have one chapter altogether dedicated for this. Okay, so ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ periodic table നെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പഠിക്കണ്ട. ഞാൻ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ ഈ സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ ബ്ലാങ്ക്ലി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ even you will be confused that what exactly is going on. So don't worry about what this table, like too much of don't worry about the details of this table. This is known as periodic table. Okay, ഇവിടെ നമ്മൾ എലമെന്റ്സിനെ കുറിച്ച് പഠിച്ചു ലാസ്റ്റ് ടൈം, റൈറ്റ്? അന്നേരം ആ എലമെന്റ്സിനെ വേരിയസ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അല്ലെ പാരാമീറ്റേഴ്സിനെ കൺസിഡർ ചെയ്ത് ഒരു എന്താ പറയുന്നത്, ഒരു ഓർഗനൈസ്ഡ് അറേഞ്ച്മെന്റ് ഓഫ് എലമെന്റ്സ് ആണ് നമ്മളുടെ ഈ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. Okay, you can see hydrogen is there, helium is there, lithium, beryllium. Okay, copper, see copper is over here, silver, gold. So these are all elements. ഇതെല്ലാം എലമെന്റ്സ് ആണ്. നമ്മൾ എലമെന്റ്സിനെ ഒരു പർട്ടിക്കുലർ ഓർഗനൈസ്ഡ് രീതിയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നതാണ് ഈ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അത് എന്ത് ആസ്പെക്ട്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നതായിരിക്കും. സോ യു ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് ദാറ്റ്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് നമ്മൾ പഠിച്ച എലമെന്റ്സിനെ ഒരു ഓർഗനൈസ്ഡ് രീതിയിൽ നമ്മൾ ഇങ്ങനെ ടാബുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പറയുന്ന ആ ഒരു ടാബുലർ ഫോമിനാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഇപ്പം ഞാനിതിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്നാന്ന് വെച്ചാൽ നമ്മളുടെ പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ 20 എലമെന്റ്സ്, അതിന്റെ മാസസ്, ആദ്യത്തെ 20 എലമെന്റ്സ് എന്താണെന്നും പറഞ്ഞാൽ യു നീഡ് ടു റിമെമ്പർ ദാറ്റ് എലമെന്റ്സ് along with their masses, because that is very important. Like when you നിങ്ങൾ third chapter പഠിക്കുമ്പോഴാണേലും there will be a lot of calculations and all. So and otherwise also it's expected from you that at least, obviously you can't remember everything all together, but then ആദ്യത്തെ 20 എലമെന്റ്സും അതിന്റെ പേര്, അതിന്റെ സിമ്പിൾ and the corresponding masses. Okay, you are expected to remember that. Okay, so നമ്മൾ ആദ്യത്തെ 20 എലമെന്റ്സ് എന്ന് പറയുമ്പം നമ്മുടെ ആ പീരിയോഡിക് ടേബിളിന്റെ ഡിറക്ഷൻ ഇങ്ങനെ പോകുന്നത്. देखो ഇങ്ങനെ ഹൈഡ്രജൻ, ഹീലിയം, പിന്നെ നമ്മൾ തിരിച്ച് ഇവിടെ വരും ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറീൻ, നിയോൺ,
sodium, magnesium, aluminium, silicon, phosphorus, sulfur, chlorine, argon, potassium and calcium. So ഇവിടെ രണ്ട് ഞാൻ ടിക്ക് കൊടുത്തിട്ടുണ്ട്, right? It starts with hydrogen and you have to learn till calcium. Okay, so numbering you can നിങ്ങൾക്ക് number കാണാം ഇവിടെ ടോപ്പിൽ വളരെ ചെറുതാണ്, but you can see, right? ഇവിടെ 1 2 3 and so on, and it will be ending with a 20, right? So that is called as atomic number. Okay, so so you need to remember the first 20 from hydrogen to calcium in order with their symbols. Okay, and you need to remember the masses. ഇനിയിപ്പോൾ question ഇതാണ്, നമ്മൾ ഇതിനെ എങ്ങനെ ഓർത്തെടുക്കും? The problem is, how do you remember? So here is a very simple trick so that you can remember all the first 20 elements. നിങ്ങൾ ഈ 3 sentences മാത്രം ഓർത്തിരുന്നാൽ മതി, and you can very easily come up with the first 20 elements. So let's start with the first one. Okay, ആദ്യത്തെ sentence എന്ന് പറയുന്നതാണ് hi, he lies because boys cannot operate 5 places. So ഈ ഒരു sentence മാത്രം, hi, he lies because boys cannot operate 5 places. ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. You will get all the elements from hydrogen till fluorine. See here, this hi, it stands for hydrogen. Okay, I have highlighted in red. I guess you can figure it out, right? This stands for helium, lithium, beryllium, boron, carbon, nitrogen, oxygen and fluorine. So hydrogen and fluorine vareyulla sambhavam set ആയി. Just remember, hi, he lies because boys cannot operate 5 places. Okay, അത് കഴിഞ്ഞ് ഈ സെന്റൻസ് ഓർത്തിരിക്കുക. New nation might also sign peace security clause. Okay, just remember this sentence and you will get all the way from neon till chlorine. എന്ന് പറഞ്ഞാൽ ന്യൂ നേഷൻ അകത്തുനിന്ന് നമുക്ക് കിട്ടും നിയോൺ, സോഡിയം, സിമ്പിൾ ആണ്, സോഡിയത്തിന്റെ സിമ്പിൾ ആണ് Na, right? സോഡിയം, Mg, magnesium, Al, aluminium, Si, silicon, P, phosphorus, S, sulfur and Cl, chlorine. So you just need to remember new nation might also sign peace security clause, and you will get all the elements from neon to chlorine. Then this is a very small and simple one. Just remember, a king can. Okay, a king can, and from there you will get argon, potassium and calcium. Okay, sorry, I have not highlighted the A over here. Even this one will be highlighted in red color. So Ca stands for calcium. So it's just done, right? It's like totally new for you to remember 20 new elements, right? And then it's so easy. Just remember 3 sentences and you are done. That too in order. Okay, so just remember, hi, he lies because boys cannot operate 5 places. New nation might also sign peace security clause. A king can. That's it, and you are done with it. Now let's move on. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾ പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ 20 എലമെന്റ്സിനെ എങ്ങനെയാണ് ഓർത്തിരിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിളും അതിന്റെ പേരും ഫസ്റ്റ് 1 to 20 ഓർഡറിൽ ഓർത്തിരുന്നു. ഇനി നമുക്ക് പഠിക്കേണ്ട നെക്സ്റ്റ് സംഭവം എന്താണെന്ന് വെച്ചാൽ അതിന്റെ മാസസ് എന്താണെന്നാണ്, റൈറ്റ്? സോ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 20 എലമെന്റ്സിന്റെ ഒരു ആറ്റത്തിന്റെ മാസ് എന്താണെന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്. നൗ യു ഓൾ നോ ദാറ്റ് ഒരു ആറ്റം എന്ന് പറയുന്നത് എത്ര സ്മോൾ ആണെന്നുള്ളത് നമ്മളത് പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, റൈറ്റ്? ദാറ്റ് വെൻ വി സ്റ്റഡീഡ് അബൌട്ട് ആറ്റംസ്, എലിമെന്റ്സ്, molecules and compounds, we discussed atom in detail, right? അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു atoms are extremely small particles, extremely small, they are extremely small, right? So ഇപ്പോൾ ഒരു atom എടുത്ത് weigh ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ weigh ചെയ്യും? Is it in grams? Like you can see over here, ഒരു ഓക്സിജൻ ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റ് നമ്മൾ ഗ്രാമിൽ മെഷർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി 2.656 into 10 power minus 23 grams. Can you imagine how small that value is? I hope you get it.
അതുപോലെ തന്നെ ഒരു കാർബന്റെ carbon 12 isotope എടുത്തു കഴിഞ്ഞാൽ, because carbon has certain isotopes. Don't worry about the isotopes. I'll be discussing about isotope in chapter 3. So don't worry about that. I won't be discussing that in detail over here. But just remember, ഇത്രയും ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി, that carbon has different forms. Carbon as an element have different forms, and one of that is carbon 12. Okay. സോ കാർബൺ 12ന്റെ നമ്മളൊരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ, ആ ഒരു ഐസോട്ടോപ്പ് കാർബൺ 12 എന്ന് പറഞ്ഞ ഐസോട്ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു ആറ്റത്തിന്റെ വെയിറ്റ് നമ്മൾ ഗ്രാമിൽ മെഷർ ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി 1.992 into 10 power minus 23 grams. Okay, so that is extremely small, right? That is extremely small. You need to understand that it's extremely small value. നമ്മൾ ഗ്രാംസിൽ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഒട്ടും കൺവീനിയൻ്റ് ആയിരിക്കുകയില്ല ഹാൻഡിൽ ചെയ്യാൻ. ഓക്കെ, എന്ന് വെച്ചാൽ അത് ഒട്ടും ഒരു ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ യു ഹാവ് സച്ച് എക്സ്പോണൻഷ്യൽ വാല്യൂ, ലൈക്ക് ഇറ്റ്സ് സോ സ്മോൾ. സോ ദെൻ we have to come up with something which is much more reasonable to handle or easier to handle. സോ അവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഒരു റിലേറ്റീവ് സ്കെയിൽ. നമ്മളൊരു റിലേറ്റീവ് സ്കെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് അറ്റോമിക് മാസ് സ്കെയിൽ. അന്നേരം ഈ റിലേറ്റീവ് സ്കെയിൽ എന്ന് പറയുന്നത് ഇസ് ദാറ്റ് നമ്മളുടെ ഉള്ള എലമെന്റ്സിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എലമെന്റിനെ എടുക്കും, ആൻഡ് അതിനൊരു വാല്യൂ ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ റെസ്പെക്റ്റിൽ നമ്മൾ ബാക്കി എലമെന്റ്സിന്റെ വെയ്റ്റ്സ് ഡിസൈഡ് ചെയ്തെടുക്കും. ഓക്കെ, സോ ആർ ഗോൾ ഇസ് ദാറ്റ് വി ഗെറ്റ് സം ഹോൾ നമ്പേഴ്സ്. ഓക്കെ, ദീസ് ആർ ലൈക്ക്, you understand, right? It's very small, extremely small numbers. Now we need a number like the masses in a way that these are like something which is easier to handle, like whole numbers and all. Okay, so നമ്മളുടെ ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ള എലമെന്റ്സിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എലമെന്റിനെ നമ്മൾ ഫിക്സ് ചെയ്യും ആസ് എ സ്റ്റാൻഡേർഡ്. എന്നിട്ട് അതിന് ഒരു പർട്ടിക്കുലർ നമ്മൾ അറ്റോമിക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാസ് നമ്മൾ ഡിസൈഡ് ചെയ്യും. എന്നിട്ട് ബാക്കി എലമെന്റ്സിന്റെ ഇതിന്റെ എത്ര ടൈംസ് ആണെന്നുള്ളത് വെച്ചാണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് റിലേറ്റീവ് സ്കെയിൽ. എന്ന് വെച്ചാൽ റിലേറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മറ്റേതിന്റെ മാസസ്. It's a relative concept. I hope you get it. So that sort of scale which we are going to use to weigh an atom is called atomic mass scale. So അതെന്താന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Before going to that, there is an agency or you can say a forum. It is known as IUPAC. Okay, IUPAC ആണ് നമ്മളുടെ ഈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കെമിസ്ട്രിയുടെ നമ്മളുടെ like the way you name the compounds, or like what units or parameters you are going to use to measure, like measure length or weigh a particular thing and all that. So IUPAC, the full form ആണ് International Union of Pure and Applied Chemistry. So they are the people, that is an organization which sets the rule. Okay, so that other throughout the world that rule is followed. Because ഇപ്പം നമ്മൾ ഒരു പർട്ടിക്കുലർ റൂൾ ഉപയോഗിച്ച് നമ്മളിപ്പം ഒരു പർട്ടിക്കുലർ കാൽക്കുലേഷൻ നടത്തുവാണ് ഇൻ ഇന്ത്യ. അതേ സമയത്ത് another person is doing the same thing with certain different rule in Japan. Okay, just for an example. But then you can't like compare the work, or you can അവർ ചെയ്തിരിക്കുന്ന വർക്ക് നമുക്ക് നമ്മളുടെയിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാനൊക്കെ ഇറ്റ് ബിക്കംസ് കോംപ്ലിക്കേറ്റഡ്. എന്ന് വെച്ചാൽ അവർ ചെയ്തിരിക്കുന്നതിൽ നിന്ന് നമുക്ക് നമ്മുടെയിലോട്ട് ലൈക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പിന്നെ ലൈക്ക് ദാറ്റ്. സോ വി ഡോണ്ട് നീഡ് ടു ഡു ദാറ്റ്. ബെറ്റർ ഇസ് ത്രൂ ഔട്ട് ദ വേൾഡിൽ നമ്മളൊരു കോമൺ റൂൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതും അവർ വർക്ക് ചെയ്യുന്നതും എല്ലാം ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് റൂൾസിനെ ഫോളോ ചെയ്തായിരിക്കും. സോ ഇറ്റ് വിൽ ബി മച്ച് ഈസിയർ ടു look up to each other's work and understand much easily, right? So IUPAC angante kore IUPAC is something which stands
as an organization who takes care of all these things. Okay, so IUPAC it recommended that let's take carbon 12 isotope as our standard reference for measuring atomic masses. ഞാൻ പറഞ്ഞായിരുന്നു റിലേറ്റീവ് സ്കെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു എലമെന്റ്, ഒരു പർട്ടിക്കുലർ എലമെന്റിനെ റെഫറൻസ് ആയിട്ട് എടുക്കും, അതിനൊരു പർട്ടിക്കുലർ വാല്യൂ നമ്മൾ കൊടുക്കും, എന്നിട്ട് അതിന്റെ ടേംസിൽ നമ്മൾ മറ്റു എലമെന്റ്സിന് എത്ര മാസ് ഉണ്ടെന്ന് നോക്കും. എന്ന് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ എലമെന്റിന്റെ മാസിന്റെ എത്ര ടൈംസ് ആണ് മറ്റു എലമെന്റ്സിന്റെ മാസസ് വരുന്നത് എന്നുള്ളത്. So IUPAC decide ചെയ്തു that we'll take carbon 12 isotope as our reference standard. Okay, and with respect to that we'll decide an atomic mass for that. So the atomic mass of an element is the relative mass of its atom as compared to the mass of an atom of carbon 12 isotope taken as 12. That means നമ്മൾ റിലേറ്റീവ് സ്കെയിൽ അറ്റോമിക് മാസ് സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യുമായിരുന്നു. വി ആർ ഡെവലപ്പിംഗ് ദാറ്റ്, ആൻഡ് ഫോർ ദാറ്റ് IUPAC recommended us to take carbon 12 isotope as a standard reference. അന്നേരം കാർബൺ 12 ഐസോട്ടോപ്പിന്റെ ഒരു ആറ്റത്തിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്നത്. എന്നിട്ട് ആ ആറ്റത്തിന് നമ്മളൊരു 12 യൂണിറ്റ്സ് ആയിട്ടുള്ളതാണ് അതിന്റെ നമ്മളുടെ അറ്റോമിക് മാസ് സ്കെയിലിൽ മാസ് കൊടുത്തിരിക്കുന്നത്. അന്നേരം ഒരു കാർബൺ 12 ഐസോട്ടോപ്പിന്റെ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മാസ് എന്ന് പറയുന്നത് 12 യൂണിറ്റ്സ് ആയിരിക്കും. ഇനി നമ്മളുടെ ബാക്കി എലിമെന്റ്സ് ലൈക്ക് ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് മെനി മോർ, ഓൾ ദോസ് എലിമെന്റ്സ്, നമ്മൾ അതിന്റെ എല്ലാ മാസസ് ഈ കാർബൺ 12ന്റെ റെസ്പെക്റ്റിലായിരിക്കും പറയുന്നത്. സോ അതിനി എന്താണെന്നുള്ളത് നമുക്ക് ഫർദർ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഈ കോൺസെപ്റ്റിനെ ക്രോസ് ചെക്ക് ചെയ്യാം. But then before that, I need you to understand these two definitions. They are very extremely important definitions. So do understand that very clearly. Don't try to mug up. നിങ്ങൾ ഇതിനെ നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഒരു നമ്മുടെ അറ്റോമിക് മാസ് സ്കെയിലിൽ ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് അതിനെ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് 1/12 of the mass of an atom of carbon 12 isotope. എന്ന് പറഞ്ഞാൽ നമ്മളുടെ അറ്റോമിക് മാസ് സ്കെയിലിൽ ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കാർബൺ 12ന്റെ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ 12 പാർട്സിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ 12 പാർട്സിൽ നിന്ന് ഒരു പാർട്ട് എടുത്തിട്ട് അതിന്റെ വെയിറ്റ് എത്രയാണോ that is equal to 1 atomic mass unit. Got it? So one atomic mass unit or atomic mass unit may be defined as 1/12 of the mass of an atom of carbon 12 isotope. So just remember this thing which I have written in green. One atomic mass unit എന്ന് പറയുന്നത് 1/12 of mass of an atom of carbon 12 isotope. എന്ന് പറഞ്ഞാൽ നമ്മളുടെ കാർബൺ 12 ഐസോട്ടോപ്പിന്റെ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ 12 പാർട്സിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് സപ്പോസ് ജസ്റ്റ് ഫോർ ഹൈപ്പോത്തറ്റിക്കൽ ഐ എം സേയിങ് ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അതിനെ നമ്മൾ 12 പാർട്സിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ ഒരു പാർട്ട് എടുത്ത് അതിനെ വേ ചെയ്യുമ്പം എത്രയാണ് വരുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 AMU. ഓക്കെ, അറ്റോമിക് മാസ് യൂണിറ്റിനെ നമ്മൾ AMU അതിന്റെ ആ യൂണിറ്റിനെ എഴുതാം, അല്ലെങ്കിൽ ആസ് യു എന്നും എഴുതാം, AMU എന്നും എഴുതാം, യു എന്നും എഴുതാം. Both of these are accepted by IUPAC. Now, അന്നേരം നമ്മൾ ഇപ്പം this is what 1 AMU is. അന്നേരം atomic mass of an element എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. So atomic mass of an element is defined as the number of times, okay, the number of times an atom of that element is heavier than 1/12 of the mass of an atom of carbon 12 isotope. സോ നമുക്ക് മനസ്സിലായി എന്താന്ന് വെച്ചാൽ നമ്മളുടെ 1 AMU എന്ന് പറയുന്നത് കാർബൺ 12 ഐസോട്ടോപ്പിന്റെ ആറ്റത്തിനെ 12 പാർട്സിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു പാർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റ് എത്രയാണോ ദാറ്റ് ഈസ് 1 AMU. നൗ നമ്മൾ വേറെ എലമെന്റ്സിന് ഒരു അറ്റോമിക് മാസ് എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്നത് ആ 1/12 പാർട്ടിന്റെ എത്ര ടൈംസ് ആണെന്നുള്ളതാണ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഈസ് എ റിലേറ്റീവ് സ്കെയിൽ നോൺ ആസ് അറ്റോമിക് മാസ് സ്കെയിൽ where you need to choose a reference as standard. നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നതാണ് കാർബൺ 12 ഐസോട്ടോപ്പ്. കാർബൺ 12 ഐസോട്ടോപ്പിന്റെ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിനെ 12 പാർട്സിൽ ഡിവൈഡ് ചെയ്ത് അതിൽ നിന്ന് ഒരു പാർട്ട് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1/12 of that mass of that one particular atom of carbon 12 isotope is 1 AMU according to our scale. And then our 1/12
the mass of one atom of carbon-12 ഐസോട്ടോപ്പിന്റെ എത്ര ടൈംസ് ആണോ നമ്മളുടെ മറ്റേ എലമെന്റ്സിന്റെ ആറ്റം വരുന്നത്, ആറ്റമിന്റെ മാസ് വരുന്നത്, how many times an atom of that element is heavier than 1/12 of the mass of an atom of carbon-12 isotope, that is the atomic mass of that particular element. നമുക്ക് ഇത് എത്ര കറക്റ്റ് ആണെന്നുള്ളത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. സോ ലെറ്റ്സ് ഡു ദാറ്റ്. സി, നമ്മൾ ഇതിപ്പോൾ ഓക്സിജന്റെ ആണ് ക്രോസ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്സിജൻ എന്ന് പറയുന്നതിന്റെ ആക്ച്വൽ മാസ് എന്ന് പറയുന്നത് 2.656 into 10⁻⁻23 grams ആണ്. അതേസമയത്ത് ഒരു കാർബൺ-12 ഐസോട്ടോപ്പിന്റെ ഒരു ആറ്റത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഗ്രാംസിലാണെങ്കിൽ 1.992 into 10⁻⁻23 ആണ്. ഓക്കെ, എന്നാൽ നമ്മൾ ഇത് നമ്മൾ ആക്ച്വലി ഗ്രാമിൽ മെഷർ ചെയ്ത സംഭവമാണ്. പക്ഷേ ഇത് നമുക്ക് കൺവീനിയന്റ് അല്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു നമ്മൾ അറ്റോമിക് മാസ് സ്കെയിലോട്ട് സ്വിച്ച് ചെയ്തത്, റൈറ്റ്? ആൻഡ് നമ്മൾ ഈ പറഞ്ഞ കോൺസെപ്റ്റ് വെച്ച് നമ്മളുടെ IUPAC വെച്ച് IUPAC പറയുന്നത് ഓക്സിജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16U ആണ്, അല്ലെങ്കിൽ 16 AMU ആണ്. അത് എത്ര കറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡെഫിനിഷൻ വെച്ച് നമുക്ക് ഈ വാല്യൂനെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ലെറ്റ് സി വെദർ വിൽ ഗെറ്റ് ദറ്റ് സെയിം വാല്യൂ ഇൻ ഗ്രാംസ് ആസ് ദിസ് വാല്യൂ. സോ 16U ആണ് atomic mass of oxygen according to IUPAC. So let's see that whether it is correct or not. Let's cross check. There actual mass of oxygen atom എന്ന് പറയുന്നത് according to the equation. Okay, actual mass of oxygen atom is 16 times 1/12 the mass of an atom of carbon-12 isotope. Okay, പറഞ്ഞാൽ carbon-12 ഐസോട്ടോപ്പിന്റെ അല്ല, ലൈക്ക് ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ ആക്ച്വൽ മാസ് എന്ന് പറയുന്നത് 16 times 1/12 the mass of actual mass of carbon-12 isotope ആണ്. So that means actual mass of oxygen എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം 16 times, that is into 1/12 into mass of carbon-12, that is this one, actual. Okay, so when you calculate you'll get this. Got it? So this is, so instead of using this for your calculations, which is an inconvenient value for us, which is an extremely small value, നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ 16 ആണ്. Got it? And see, we have cross checked and we are getting the same, right? See, this value and this value in grams, when you convert, it's the same. But these values are not convenient. നമുക്ക് ഒട്ടും കൺവീനിയന്റ് അല്ലാത്തതുകൊണ്ടാണ് we are just focusing on this value, because obviously ഒരു ഹോൾ നമ്പർ ആണ് നിങ്ങൾക്ക് മാത്തമാറ്റിക്സിലെ കാൽക്കുലേഷനിൽ ഈസി ഓർ ഇങ്ങനത്തെ വളരെ എക്സ്ട്രീംലി സ്മോൾ ഡെസിമൽ വാല്യൂസ് ആണ്. ഒബ്വിയസ്ലി ദിസ് വൺ അല്ലേ, അതുകൊണ്ടാണ് we go for the relative scale. So actual mass in grams is this, but according to atomic mass scale, 16U or 16 AMU is the atomic mass of oxygen, and that is 16 times 1/12 the mass of carbon-12 isotope, that is one atom of carbon-12 isotope. So I hope you got the concept of how we weigh, how we use that relative scale to weigh the atoms of any sort of elements. Okay, so about the first 20 elements. ഞാൻ പറഞ്ഞു നിങ്ങൾ എങ്ങനെയാണ് ആ first 20 elements simple trick use ചെയ്ത് ഓർത്തിരിക്കേണ്ടതെന്ന്. You got that, and I even explained you how we are weighing an atom of an element. Now it is your you have to work on it, that നിങ്ങൾ ഈ elementsന്റെ atomic mass ഒന്ന് ഓർത്തിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 20, ആദ്യത്തെ first 20 എങ്കിലും നിങ്ങൾ ഓർത്തിരിക്കണം. Okay, ചില that is expected from you. Okay, ഇപ്പം നിങ്ങളില്ലെങ്കിലും നിങ്ങൾക്ക് തേർഡ് ചാപ്റ്ററിൽ യൂസ് ചെയ്യേണ്ടി വരും. Okay, so I needed you to understand the concept of elementsനെ നമ്മൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിന് പറയുന്ന പീരിയോഡിക് ടേബിൾ ആണ്. അവിടുന്ന് ആ 20 elementsനെ നമ്മൾ എടുത്ത് ആ 20 elements പഠിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു എലമെൻറ്റിൻ്റെ ആറ്റത്തിനെ എങ്ങനെയാണ് വേ ചെയ്യുന്നത്, ഏത് സ്കെയിൽ യൂസ് ചെയ്താണ് വേ ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സോ നൗ യു അണ്ടർസ്റ്റുഡ് ദാറ്റ്.
Now I expect that you please do remember the atomic mass for at least first 20 elements. അതുപോലെ തന്നെ ഡോണ്ട് വറി, ഒത്തിരി മഗപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൂടുതലും ന്യൂമെറിക്കൽസ് പ്രാക്ടീസ് ചെയ്യുമ്പം വിത്ത് ടൈം നിങ്ങളുടെ മനസ്സിൽ ഈ നമ്പേഴ്സ് സെറ്റ് ആയിക്കോളും. പക്ഷെ എന്നാലും ജസ്റ്റ് സ്പെൻഡ് സം ടൈം ടു ഇഫ് യു ക്യാൻ ടു റിമെമ്പർ ദീസ് തിങ്സ്. ഓക്കെ, so now let's get back to our discussion about compounds. നമ്മൾ compounds നെ കുറിച്ച് പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ഒരു compoundനെ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ it was as follows: a pure substance which is made up of only one kind of molecules is called a compound, right? So ഒരു compound എന്ന് പറയുന്നത് is made up of only one kind of molecules ആയിരുന്നു. അതേ സമയത്ത് നമ്മൾ പഠിച്ചു elements എന്ന് പറയുന്നത് is a pure substance which is made up of only one kind of atoms. Now ഈ molecules, one kind of molecules എന്ന് പറഞ്ഞു. Molecules എന്ന് പറഞ്ഞാൽ എന്താണ്? It is two or more elements or two or more atoms of that particular element which are chemically combined in a fixed proportion by mass. Okay, this is very important. So നമ്മൾ ഒരു compound ഉണ്ടെന്ന് പറയുന്നു, like we have a compound, so that compound is made up of only one kind of molecule, and these molecules are chemically combined two or more atoms of different elements. Okay, so two or more elements chemically combined in a fixed ratio by mass. That's very important. Okay, so that is what makes a molecule, and one kind of that particular molecule will give you a compound. So let's see this with an example. നമ്മളുടെ compounds എടുത്തപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു water is a compound with a formula H2O. Okay, so water H2O എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ elements ഉണ്ട്? Hydrogen, which has 1 U as atomic mass, and oxygen as 16 U. Okay, so നമ്മൾ പറഞ്ഞു they are fixed in they are combined in a fixed proportion by mass. Okay, so നമ്മൾ mass യൂസ് ചെയ്യുന്നത് റിലേറ്റീവ് സ്കെയിൽ ആണ്. സോ ഹൈഡ്രജന്റെ മാസ് എന്ന് പറഞ്ഞാൽ 1 U ആണ്, ഓക്സിജന്റെ മാസ് എന്ന് പറഞ്ഞാൽ 16 U ആണ്. സോ H2O എന്ന് പറയുമ്പം അത് എന്ത് ഫിക്സ്ഡ് റേഷ്യോയിലാണ് ബൈ മാസ് നമുക്ക് നോക്കാം. സോ H2O എന്ന് പറയുമ്പം 2 ഹൈഡ്രജനും ഒരു ഓക്സിജൻ ആറ്റവും ആണ് ഉള്ളത്. So it will be 1 for one hydrogen, 1 for another hydrogen, so total 2U is to 16U. That means 1 is to 8. So water is a compound which is made up of two elements, hydrogen and oxygen, chemically combined together in a fixed proportion of 1 is to 8 by mass. Okay, so this is a detailed definition of, I have like detailed definition of compound. ഞാൻ compoundsന്റെ definition ആകെ ഇത്ര മാത്രമേ പറഞ്ഞുള്ളായിരുന്നു. ഇപ്പം നമ്മൾ അതിനെ further break down ചെയ്തു. അവിടുന്ന് നമ്മൾ molecules എന്നുള്ള വേർഡ് എടുത്തു. അത് എക്സാക്ട്ലി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്ന് പറഞ്ഞാൽ രണ്ടല്ല അതിൽ കൂടുതൽ എലമെന്റ്സ് കെമിക്കലി കമ്പൈൻ ചെയ്യുകയാണ് ഫിക്സ് പ്രൊപ്പോർഷൻ ബൈ മാസ്. ഓക്കെ, സോ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മളൊരു എക്സാമ്പിൾ എടുത്തു. സിമ്പിൾ എക്സാമ്പിൾ, വാട്ടറിന് കെമിക്കൽ ഫോർമുലയാണ് H2O. ഈവൻ കെമിക്കൽ ഫോർമുലാസ് എങ്ങനെ എഴുതുന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തേർഡ് ചാപ്റ്ററിൽ പഠിക്കും. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഉണ്ട് ആൻഡ് ഓക്സിജൻ ഉണ്ട്, each with atomic mass 1U and 16U respectively. Then നമ്മൾ അതിന്റെ മാസ് റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 2 is to 16 or 1 is to 8. So water എന്ന് പറയുന്നത് is a compound which is made up of two elements, hydrogen and oxygen, chemically combined together in a fixed ratio of 1 is to 8 by mass. Okay, so now let's discuss the properties of a compound. ഒരു കോമ്പൗണ്ട് ലൈക്ക് കോമ്പൗണ്ട്സിന്റെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണെന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് എ കമ്പൗണ്ട് ഈസ് ഓൾവേസ് മേഡ് അപ്പ് ഓഫ് ദ സെയിം എലമെന്റ്സ് ആൻഡ് കമ്പൈൻഡ് ടുഗെദർ ഇൻ എ ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ ബൈ മാസ്. എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ കമ്പൗണ്ടിനെ എവിടുന്ന് ഏത് സോഴ്സിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും ഇറ്റ് വിൽ ബി മേഡ് അപ്പ് ഓഫ് ദാറ്റ് സെയിം എലമെന്റ്സ്. അതേ എലമെന്റ്സ് ആയിരിക്കും അതിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ് ആൻഡ് അതിന്റെ ആ ഒരു മാസ് റേഷ്യോ എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ ലേക്കിൽ നിന്ന് നമ്മൾ ഒരു വാട്ടർ സാമ്പിൾ എടുത്തു കുറച്ച്, അതേ സമയത്ത്
it's raining and you just collected some water. ഇവിടെ നിന്നെടുത്താലും ആ വാട്ടർ എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ എലമെന്റ്സ് എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനും മാത്രമായിരിക്കും. It won't be different from this source or this source. It will be same, hydrogen and oxygen, and both the samples are hydrogen and oxygen 1:8 by mass ratio തന്നെയായിരിക്കും combined ആയിരിക്കും. Okay, then a chemical compound is formed as a result of a chemical change or reaction, and its properties are entirely different from those of its constituents. What I mean by that is, നമ്മൾ water എടുത്തു. See, water is made up of oxygen and hydrogen. Okay, so ആ ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ്, ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ്. പക്ഷേ ആ ഹൈഡ്രജൻ്റെയോ ഓക്സിജൻ്റെയോ രണ്ടിൻ്റെയും പ്രോപ്പർട്ടീസ് ആയിരിക്കുകയില്ല അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് വാട്ടറിൻ്റെ. ദാറ്റ് വിൽ ബി എൻറ്റയർലി ഡിഫറെൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു കമ്പസ്റ്റബിൾ ഗ്യാസ് ആണ്, എന്ന് വെച്ചാൽ അത് ബേൺ ആകുന്ന ഗ്യാസാണ്. Oxygen എന്ന് പറയുന്ന is something which supports always burning. But then just think, water is something which you use to extinguish fire, right? So the properties are totally different. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു കോമ്പൗണ്ടിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്ന് പറഞ്ഞാൽ അതിനെ ഫോം ചെയ്യുന്ന പർട്ടിക്കുലർ എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കുകയില്ല ആ കമ്പൗണ്ട് ഫോം ആയി കഴിഞ്ഞാൽ. ആൻഡ് ദാറ്റ് ഈസ് ഫോംഡ് by a chemical change or a chemical reaction. Don't worry about the chemical reaction, we'll be discussing even that in detail with time. Okay, then a compound cannot be separated into its constituents by simple physical means. എന്നുവെച്ചാൽ നമ്മളുടെ കോമ്പൗണ്ട്സിനെ നമുക്ക് എന്താ പറയുന്നത്, അതിനെ ചുമ്മാ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ പർട്ടിക്കുലർ എലമെൻസിലോട്ട് ലൈക്ക് വാട്ടർ എടുത്തു, നമുക്ക് ചുമ്മാ ഒരു ഫിസിക്കൽ മീൻസ് ത്രൂ നമുക്ക് ആ വാട്ടറിൽ നിന്ന് ഹൈഡ്രജനും ഓക്സിജനും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. യു കാൻ ഡു ഇറ്റ് ലൈക്ക് സംതിങ് ലൈക്ക് ഫിൽട്ടർ ചെയ്തോ ഇവാപ്പറേറ്റ് ചെയ്തോ ഡിസ്റ്റിൽ ചെയ്തോ അങ്ങനെയൊന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ യൂഷ്വലി പറ്റത്തില്ല. ദീസ് ആർ സം ഫിസിക്കൽ വേസ് വിച്ച് യു ക്യാൻ ഡു വിച്ച് ആർ there, and that is not used to separate a compound into its constituents. That's not possible. Okay, എന്നുവെച്ചാല് വാട്ടർ എന്ന് പറയുന്നത് ഇപ്പം for you can see over here we are doing electrolysis. Don't worry about the term electrolysis. നമുക്ക് വാട്ടറിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഫിസിക്കൽ മീൻസും കൊണ്ടൊന്നും പറ്റത്തില്ല. പക്ഷേ you have to use electricity to separate water into its constituent elements, that is hydrogen and oxygen. So that's not a physical means. Electricity pass either you make a reaction to happen, and that's something which makes it separate. Okay, so you can't do it using physical means to separate that any compound into their constituent simpler elements. Then a compound has a definite molecular formula and fixed melting and boiling point. You have seen that compounds have definite molecular formula, right? Like water and H2O. Okay, എന്താ പറയുന്നത്, അമോണിയ ആണെങ്കിൽ NH3 അങ്ങനെ. So that is there. Then കോമ്പൗണ്ട്സിന് ഫിക്സ്ഡ് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഉണ്ട്. എന്ന് പറഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിന് ഫിക്സ്ഡ് മെൽറ്റിംഗ് പോയിന്റും ഉണ്ട്, ലിക്വിഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിന് ഫിക്സ്ഡ് ബോയിലിംഗ് പോയിന്റ്സ് ഉണ്ട്. ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, കീപ് ഇറ്റ് ഇൻ മൈൻഡ് ബിക്കോസ് വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദാറ്റ് in the upcoming topic. That energy in the form of heat or light is usually evolved or absorbed when a compound is formed. See, ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് തന്നെ രണ്ട് എലമെന്റ്സ് തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻ കാരണമാണ്. ആൻഡ് ആ കെമിക്കൽ റിയാക്ഷൻ ലീഡ് ചെയ്യാനുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇസ് സം സോർട്ട് ഓഫ് എൻ എനർജി. ഇറ്റ് ക്യാൻ ബി ഹീറ്റ്, ഇറ്റ് ക്യാൻ ബി ലൈറ്റ്, ഇറ്റ് ക്യാൻ ബി ഇലക്ട്രിസിറ്റി. ദർ ആർ വേരിയസ് ഫോം ഓഫ് എനർജി വിച്ച് ലീഡ്സ് ടു ദാറ്റ് കെമിക്കൽ ചേഞ്ച്. വളരെ ഒത്തിരി റിയാക്ഷൻസിലും നമുക്ക് കാണാം, നമ്മൾ ഒരു ഫ്ലെയിമിൽ നിന്ന് അതിന് ഹീറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ റിയാക്ഷൻ നടക്കും. ദർ ആർ റിയാക്ഷൻസ് വേർ യു ക്യാൻ ജസ്റ്റ് കീപ് ദാറ്റ് കെമിക്കൽസ് ഇൻ sunlight and you can find the new compound over there. There are ways where you can use electricity for things to happen. So energy in the form of heat or light is something very common, which is usually evolved or absorbed. എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോഴത്തേക്ക് ഇതർ ആ കോൺസ്റ്റിറ്റ്യൂവൻസ് എനർജി അതിന് കൊടുക്കുന്ന എനർജി അതിനെ അബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ഫോം ആകുമ്പം അത് എനർജി റിലീസ് ഔട്ട് ചെയ്യും.
don't worry about it in, like, you don't need to understand it to a very detail, because you will be understanding about all these things in very much detail in a chapter called thermodynamics in your class 11 syllabus. But then you should understand that when a chemical compound is formed, energy is either released, that is evolved, or it is absorbed from its surrounding. Then a compound is a homogeneous substance. Okay, a compound is a homogeneous substance means that when you examine any compound, okay, under a microscope, then you can find that all the particles are the same. It's uniformly distributed. It's not that it's different. Okay, so it's a homogeneous substance. Let's discuss about the criteria of purity of a compound. ഒരു compound pure ആണോ അല്ലയോ എന്ന് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് നെക്സ്റ്റ് നമ്മളുടെ ടാർഗറ്റ്. സോ പ്രോപ്പർട്ടീസിൽ ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു കോമ്പൗണ്ട്സിന് ഷാർപ്പ് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഉണ്ട്. ആൻഡ് ദാറ്റ് പോയിന്റ് ഇസ് സംതിങ് വിച്ച് വി ആർ ഗോയിങ് ടു യൂസ് ആസ് എ what to say, as a instrument to check that ഒരു compound pure ആണോ അല്ലയോ എന്ന്. സോ ഇപ്പോൾ ഒരു compound solid ആണെങ്കിൽ ആ solid pure ആണ് if it has sharp melting point. Okay, എന്നുവെച്ചാൽ what we mean by sharp is that ആ particular solid melt ആവും within that 0.5 degree Celsius or 0.5 Kelvin. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സോളിഡിനെ ഹീറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഒരു 0.5 റേഞ്ചിൻ്റെ അകത്ത് തന്നെ ദ എൻറ്റയർ സോളിഡ് വിൽ മെൽറ്റ്. എന്ന് വെച്ചാൽ അങ്ങനാണെങ്കിൽ അത് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആണ്. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് then that compound is pure. അതേ സമയത്ത് ഇംപ്യൂരിറ്റീസ് അതിലുണ്ടെങ്കിൽ അതിൻ്റെ ആക്ച്വൽ മെൽറ്റിംഗ് പോയിന്റിനേക്കാളും അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ലോവർ ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഡിപ്രഷൻ ഇൻ മെൽറ്റിംഗ് പോയിന്റ്. That is a phenomena, that is one of the colligative properties which you will be learning in class 12. So don't worry about that either. See, you need to have patience. I can't explain you all these things in very much detail because that is beyond your scope. നമ്മളിവിടെ ഇപ്പോൾ ബേസിക്സ് പഠിച്ച് ബിൽഡപ്പ് ആയാണ് നമ്മൾ then we'll discuss about the big things, right? So I'm just saying this for your information sake, because other cross check, at least you should, at least for time's sake, you need to know the fact. We'll discuss the details with time. So a solid compound, you have to say, tell me that is it pure or is it contaminated. Okay, is it mixed with some impurity. So അതിൻ്റെ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി അത് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ചെക്ക് ചെയ്യാം. മെൽറ്റിംഗ് പോയിന്റ് ചെക്ക് ചെയ്യുമ്പോൾ അതിന് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു വിതിൻ 0.5 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഗ്യാപ്പിൽ തന്നെ ദാറ്റ് എൻറ്റയർ സോളിഡ് മെൽറ്റ് ആവുമെന്ന് വെച്ചാൽ അതിന് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആണ്. സോ ദാറ്റ് കോമ്പൗണ്ട് ഇസ് പ്യുവർ. അതേ സമയത്ത് നമ്മൾക്ക് അതിന് വരേണ്ട മെൽറ്റിംഗ് പോയിന്റിനേക്കാളും കുറവാണ് മെൽറ്റിംഗ് പോയിന്റ് വരുന്നത് എങ്കിൽ ദാറ്റ് ഈസ് ഇംപ്യുവർ. അതേ സമയത്ത് ലിക്വിഡ് കോമ്പൗണ്ട്സ് വന്നിട്ട് അതിൻ്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നോക്കാം അതിൻ്റെ ബോയിലിംഗ് പോയിന്റ്. അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് ഫിക്സ് ആണെങ്കിൽ എന്ന് വെച്ചാൽ ആ എൻറ്റയർ ലിക്വിഡ് അറ്റ് ദ സെയിം ടൈം തന്നെ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ തന്നെ ഫുൾ ഇവാപ്പറേറ്റ് ചെയ്ത് പോവുക. ലൈക്ക് ഐ എം യൂസിങ് ദാറ്റ് വേർഡ് ഇവാപ്പറേറ്റ് ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്. ലൈക്ക് ഇറ്റ് ടെക്നിക്കലി കോൾഡ് ഡിസ്റ്റിൽ. എന്ന് പറഞ്ഞാൽ അത് ഗേഷ്യസ് ഫോമിലോട്ട് പോവുകയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, ആ സമയത്ത് ടെമ്പറേച്ചർ ചേഞ്ച് ആകരുത്. സോ ആ സമയത്ത് തന്നെ എൻറ്റയർലി അത് പോവുകയാണ് വിത്ത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ബീങ് കോൺസ്റ്റൻറ്റ്, ദ എൻറ്റയർ ലിക്വിഡ് ഗെറ്റ്സ് ഡിസ്റ്റിൽഡ് അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ഫിക്സ്ഡ് ബോയിലിംഗ് പോയിന്റ്, ദെൻ ആ കമ്പൗണ്ട് പ്യുവർ ആണ്. അതേ സമയത്ത് അതിൽ എന്തെങ്കിലും ഒരു ഇംപ്യൂരിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് ഹൈ ആകും. ഓക്കെ, അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് കമ്പാരേറ്റീവ്ലി ഹൈ ആവും. ആ ഫിനോമിനൻ എന്ന് പറയുന്നതാണ് എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. അത് ഒരു വൺ ഓഫ് ദ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് വിച്ച് വിൽ ബി സ്റ്റഡിയിങ് ഇൻ ക്ലാസ് 12. ഓക്കെ, സോ പ്യൂരിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സാമ്പിൾ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നോക്കുക സോളിഡ് ആണോ ലിക്വിഡ് ആണോ. ഓക്കെ, ദെൻ സോളിഡ് ആണെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് ചെക്ക് ചെയ്യുക. ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആണെങ്കിൽ പ്യുവർ. ഓക്കെ, ആൻഡ് ലിക്വിഡ് ആണെങ്കിൽ ഷാർപ്പ് ബോയിലിംഗ് പോയിന്റ് ആണെങ്കിൽ sorry not sharp, if it is fixed boiling point ആണെങ്കിൽ then that is a pure compound. So that's all for this video. I hope you understood the concepts. So don't forget to like, share and subscribe. Thank you.